ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലെക്ചറിങ് പോളിടെക്നിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള പരീക്ഷ കുറേ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് മുൻപ് നമുക്ക് സാധാരണയായിട്ട് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വരാറുണ്ട്. ആർക്കൊക്കെയാണ് ഈ ഒരു മെസ്സേജ് വരാറ്? ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു മെസ്സേജ് വരിക. ഈ ഒരു മെസ്സേജ് വന്നു എന്നുള്ളത് കൊണ്ട് അവർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അങ്ങനെ കൺഫേം ചെയ്യാനൊന്നും പറ്റില്ല. സാധാരണയായിട്ട് ഒന്നുകിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്തവർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റുള്ളവർക്ക്, ദെൻ നമ്മുടെ മെയിൻ ലിസ്റ്റിലോ സപ്ലിമെൻ്ററി ലിസ്റ്റിലോ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്കും സാധാരണയായിട്ട് ഈ ഒരു മെസ്സേജ് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജ് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ലിസ്റ്റിലുണ്ട് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. എന്താണ് ആ ഒരു മെസ്സേജിലുള്ളതെന്നും നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. കുറച്ച് അധികം പേര് കമൻറ്റിലായിട്ടും അതേപോലെ മെസ്സേജസൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുമോ, ഡോക്യുമെൻ്റ് അപ്ലോഡിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് പറഞ്ഞു തരാമോ, ദെൻ എന്താണ് കോഴ്സ് സർട്ടിഫിക്കറ്റ്, അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ടൊന്ന് എൻക്വയറി നടത്തി കേട്ടോ. കേരള PSCയുടെ ഓഫീസിലും ER2 സെക്ഷനിലും ഞാൻ വിളിച്ചു നോക്കി. അതേപോലെ 1-2 പേരോടൊക്കെ ഒന്ന് അന്വേഷിച്ച് കൺഫേം ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോ കണ്ട് തുടങ്ങുന്നതിന് മുൻപ്, നമ്മൾ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ കേട്ടോ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇത് ഞാൻ എന്തിനാണ് പറയുന്നത് വെച്ചാൽ, ഒരു 2 ആഴ്ച മുമ്പ് KSEBയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അല്ലേ, 3 ആഴ്ച മുമ്പാണ് KSEBയുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഡിക്ലറേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് കുറേ പേർക്ക് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പലരും അത് അവരുടെ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട്, ദെൻ പരിചയമുള്ള ഇലക്ട്രിക്കൽ ഗ്രൂപ്പുകളിൽ ചോദിച്ചിട്ടുണ്ട്, ചിലർ കേരള PSCയുടെ ഓഫീസിൽ നേരിട്ട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ആക്സസ്സുകൾ ഇല്ലാത്ത പലരും ഈ കാര്യങ്ങളൊന്നും അറിയണമെന്ന് നിർബന്ധമില്ല അല്ലേ? ചിലപ്പോൾ യൂട്യൂബിലെ ഇങ്ങനെയുള്ള വീഡിയോസ് ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ ഈ ഒരു ന്യൂസ് കൃത്യമായിട്ട് അറിയാത്ത കുറേ പേര് ഈ ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്യാതെ പോയിട്ടുണ്ട് കേട്ടോ. ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യാത്ത കുറേയധികം പേരുണ്ട്. അതിൻ്റെ തീയതി കഴിഞ്ഞതിന് ശേഷം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ ഇനി എന്താണ് ചെയ്യുക, ഇനി എന്തെങ്കിലും വഴിയുണ്ടോ, കേരള PSC ഓഫീസർ വിളിച്ചിട്ട് കാര്യമുണ്ടോ, മെയിൽ അയച്ചിട്ട് കാര്യമുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്ട്രിക്കൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മിക്കവാറും നോട്ടിഫിക്കേഷൻസ്, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മൊത്തം ഈ ഒരു ചാനൽ കൂടി നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യവും അറിയാത്തത് കൊണ്ട്, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരു അവസരം നഷ്ടപ്പെടുകയോ ചെയ്യരുത്. അതുകൊണ്ട് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും പുതിയൊരു ന്യൂസോ, നിങ്ങൾ ചെയ്യേണ്ട എന്തെങ്കിലും ഡോക്യുമെൻ്റ് അപ്ലോഡ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? മിനിഞ്ഞാന്ന് വൈകുന്നേരമാണെന്ന് തോന്നുന്നു ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാറ്റഗറി നമ്പർ വെച്ചിട്ട് അർജൻറ്റ് ആക്ഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഫോണിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ കേരള PSC തുളസി പ്രൊഫൈലൊന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷേ നമ്മുടെ LDCയുടെ ഒക്കെ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന വെബ്സൈറ്റ് ഒന്ന് സെർവർ ഡൗൺ ആയിരുന്നു അല്ലേ, കുറച്ചൊരു ഹാങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആ സമയത്ത് നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് സംഭവം മനസ്സിലായി, ഏകദേശം മനസ്സിലായി. നമ്മുടെ പോളിടെക്നിക്ക് ലെക്ചറിങ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി. അക്കൗണ്ട് ലോഗിൻ ആയ സമയത്ത് ഞാനൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചു. പിന്നെ മെസ്സേജ് വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുന്ന സമയത്തായിരുന്നു കുറേയധികം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലായത്. ആ കാര്യങ്ങളാണ് ഞാനിനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മെസ്സേജ് വന്നവർക്ക് പ്രൊഫൈൽ മെസ്സേജസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മെസ്സേജ് കാണാൻ വേണ്ടി പറ്റും. എപ്പോഴായിരുന്നു വന്നത്? 4-ാം തീയതി ആയിരുന്നു ആ മെസ്സേജ് വന്നത് അല്ലേ? മിനിഞ്ഞാന്നായിരുന്നു ആ ഒരു മെസ്സേജ് വന്നത്. എന്താണ് മെസ്സേജിൽ പറയുന്നത്? ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ.
Please scan and upload all original documents required for the post lecture in Electrical and Electronics Engineering Polytechnic in Technical Education Department. Category number 306/2022 അല്ലേ, ഓൺ ഓർ ബിഫോർ 11/1/2024. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 11-ന് മുമ്പ് തന്നെ ഈ പരിപാടികൾ മുഴുവൻ ചെയ്ത് തീർക്കണേ. ഒരിക്കലും അവസാനത്തെ തീയതിയിലേക്ക് വെക്കരുത്. ഒരു 10-ാം തീയതിക്കുള്ളിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് കേട്ടോ ജനുവരി 10-നെങ്കിലും നിങ്ങൾ സ്കാൻ ചെയ്ത് എല്ലാ ഡോക്യുമെൻസും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ലാസ്റ്റ് ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ സെർവർ ഡൗൺ ആയാലോ അല്ലെങ്കിൽ ഈ പറയുന്ന വെബ്സൈറ്റ് ഒന്ന് ഹാങ് ആയാലോ നല്ല പണി കിട്ടും. ഇത്രയും കഷ്ടപ്പെട്ട ഒരു പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിയിട്ട് ചിലപ്പോൾ ലിസ്റ്റിൽ കയറാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലേ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് അത് നടക്കാതെ വന്നു കഴിഞ്ഞാൽ ഉള്ള സങ്കടം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഓക്കെ, സോ ഒരിക്കലും ലാസ്റ്റ് തീയതിയിലേക്ക് കൊണ്ടുപോകരുതേ. കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫെയിലിംഗ് ടു വിച്ച് യുവർ ആപ്ലിക്കേഷൻ വിൽ സമ്മറലി ബി റിജക്റ്റഡ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതായിരിക്കും. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. യെസ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് വൺ, ഡോക്യുമെൻറ്റ്സ് ഫോർ പ്രൂവിങ് ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ് SLC ബുക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. യെസ്, നെക്സ്റ്റ് ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് സ്കാൻ ചെയ്ത് കയറ്റുക. ഓക്കെ അല്ലേ, രണ്ട് കാര്യം ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻസ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ, അതായത് സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. സോ ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയാലോ. യെസ്, ഈ ഒരു പരീക്ഷയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി. സോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കണം അല്ലേ, BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അടുത്ത പോയിന്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് കേട്ടോ. അതായത് ഈ പറയുന്ന പരീക്ഷ നിങ്ങൾ പാസ്സാവുന്നത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയായിരിക്കണം. അത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. യെസ്, ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി. ഓക്കെ, നിങ്ങൾ ഒരു റെഗുലർ സ്റ്റുഡൻ്റ് ആയിരിക്കണം. പാർട്ട് ടൈം ആയിട്ട് പഠിച്ച് ഡിഗ്രി നേടിയതിനെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. റെഗുലർ ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും, ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ BTechൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ കൂടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്. കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് അതായത് നിങ്ങൾക്ക് എല്ലാ മാർക്കും അല്ലേ, ഒരു 8 സെമസ്റ്ററിൻ്റെ മാർക്കും ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ടാവില്ലേ. യെസ്, ആ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, മാർക്ക് ലിസ്റ്റ് കൂടി അപ്ലോഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യണം. ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്തിനാണ്, നിങ്ങളൊരു റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി, ഓക്കെ, നിങ്ങളൊരു റെഗുലർ ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കണ്ടോ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യെസ് ഇവിടെ യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി എന്നിവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊരു റെഗുലർ സ്റ്റുഡൻ്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യണം. സോ ഞാൻ നേരെ കേരള PSCയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള നമ്പർ അല്ലേ, അവിടെ കൃത്യമായിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ER2 സെക്ഷൻ. ER2 സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ. സോ ഈ ഒരു നമ്പർ ഞാൻ വിളിച്ച് ചോദിച്ചു. സോ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ റെഗുലർ എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു റെഗുലർ കോഴ്സാണ് എന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെ മതി. ഇനി അഥവാ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റിനകത്ത് ഫുൾ ടൈം റെഗുലർ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഫുൾ ടൈം റെഗുലർ കോഴ്സ് എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ആ കോഴ്സ് സർട്ടിഫിക്കറ്റിൽ എന്തുണ്ടാവണം, യെസ്, ഇന്ന ഉദ്യോഗാർത്ഥി, ഇന്ന വിദ്യാർത്ഥി, ഇന്ന രജിസ്റ്റർ നമ്പറിലുള്ള ഇന്ന വിദ്യാർത്ഥി ഈ കോളേജിൽ നിന്നും ഇന്ന കോഴ്സിൽ ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പാസ്സായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്, കോഴ്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചിലപ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്നത് പ്രിൻസിപ്പൾ ആയിരിക്കും, ചിലപ്പോൾ അത് HOD ആയിരിക്കാം. അത്
നിങ്ങളുടെ കോളേജ് അനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കി കേട്ടോ. നോക്കിയപ്പോൾ അതിനകത്ത് അങ്ങനെ ഇല്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് റെഗുലർ കോഴ്സ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. മിക്കവാറും ഉണ്ടാവില്ല കേട്ടോ. മിക്കവാറും എനിക്ക് തോന്നുന്നു പല ഡിഗ്രി സർട്ടിഫിക്കറ്റിലും അങ്ങനെ പാർട്ട് ടൈം ആണെന്നോ അല്ലെങ്കിൽ റെഗുലർ ആണോ എന്നൊന്നും കൊടുക്കാറില്ല. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നേരെ കോളേജുമായിട്ട് ബന്ധപ്പെട്ടു. കോളേജ് പോയിട്ട് ഒരു അപേക്ഷ കൊടുത്തു. ഇങ്ങനെ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അപേക്ഷ കൊടുത്തു. സോ കോളേജിൽ നിന്നും ഓഫീസിൽ നിന്നാണ് അത് ഇഷ്യൂ ചെയ്യുക. എനിക്ക് മനസ്സിലായത് കോളേജിൻ്റെ ലെറ്റർ ഹെഡിൽ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. ഇന്ന വിദ്യാർത്ഥി ഇങ്ങനെ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി കഴിഞ്ഞതാണ് എന്നുള്ള രീതിയിലുള്ളൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിന് കോളേജിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കോളേജിൻ്റെ ലെറ്റർ ഹെഡിൽ അവർക്ക് തന്നെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അപ്പോൾ അത് അവർ റെഡിയാക്കി തരാം, മൺഡേ വരൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സൈനും ഒക്കെ പ്രിൻസിപ്പാളായിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. അത് ചിലപ്പോൾ നിങ്ങളുടെ കോളേജിൽ ചിലപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നുകിൽ പ്രിൻസിപ്പാൾ ഇല്ലെങ്കിൽ HOD പോലെയുള്ള ഉദ്യോഗസ്ഥരായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ഞാൻ വിളിച്ചു ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് കോളേജിൽ നിന്നും ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നുള്ളതാണ്. നിലവിൽ PSC അതിനൊരു ഫോർമാറ്റോ കാര്യമോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജ് തരുന്ന ഫോർമാറ്റ് എന്താണോ ആ രീതി തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. ഇനി എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ER2 എന്നുള്ള സെക്ഷനിലേക്കായിരിക്കും ഈ ഒരു കോൾ പോകുന്നുണ്ടാവുക. ഈ നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചു നോക്കുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻസുമായിട്ട് നിങ്ങൾ നേരിട്ട് ഹാജരായിട്ട് ഇങ്ങനെയൊരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അവർ 1-2 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ലേറ്റ് ആക്കരുത്, പരമാവധി വേഗത്തിൽ ചെയ്യുക. ഒരു ദിവസം കൊണ്ട് ലഭിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൂടി എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ. സോ ഇവിടെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ദെൻ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, അതിൻ്റെ കൂടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കൂടി ആഡ് ചെയ്യുക കേട്ടോ. അത് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. ഇനി നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ, സപ്പോസ് MTech ഒക്കെ ഉണ്ടെങ്കിൽ അതിവിടെ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ MTech ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. നിലവിൽ BTechൻ്റെ ഡോക്യുമെൻറ്റ്സ് മതി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിലവിൽ നിങ്ങൾക്ക് MTech ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, MTech എന്നുള്ള ഭാഗത്തും നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുകൂടി അപ്ലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ഈ പറയുന്ന പ്രൊഫൈൽ അൺലോക്ക് ചെയ്ത് കിട്ടുന്നത്, നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് മുഴുവൻ നിങ്ങളവിടെ അപ്ലോഡ് ചെയ്ത് വെക്കുക. ഇനി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ളത് അവരെന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ KSEB സബ് എഞ്ചിനീയർ അല്ലേ, KSEB സബ് എഞ്ചിനീയറിൻ്റെ സമയത്ത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് എൻ്റെ BTechൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും അതേപോലെ MTechൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന എക്സാമിൻ്റെ ക്വാളിഫിക്കേഷന് BTech മാത്രമേ അവരെന്ത് ചെയ്തിട്ടുള്ളൂ, വെരിഫൈ ചെയ്തിട്ടുള്ളൂ. MTechൻ്റെത് അൺവെരിഫൈഡ് ആയിട്ട് അവിടെ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ. അവിടെ ഒരു ക്രോസ് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ അൺവെരിഫൈഡ് ആയിട്ട് അവിടെ തന്നെ കിടപ്പുണ്ട്. സോ ഇനി എപ്പോഴെങ്കിലും ഒരു MTechൻ്റെ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള, ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ അല്ലേ, അതിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഇതവർ ചെക്ക് ചെയ്യും. ഓക്കെ, അതവർ ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്നുള്ള ആ ഒരു പാർട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കുക. ഇനി വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കണ്ടോ, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അക്വയർഡ് നോൺ ക്വാളിഫൈയിങ് ഡിഗ്രീസ് വൈസ് PhD അല്ലെങ്കിൽ MPhil, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്, അങ്ങനെയുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ആവശ്യമില്ല കേട്ടോ. ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല. പക്ഷേ വെയിറ്റേജ് അല്ലേ, വെയിറ്റേജ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഒരു MPhil ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 2 മാർക്ക് കിട്ടും. ദെൻ PhD ഉണ്ടെങ്കിൽ 4 മാർക്ക് കിട്ടും. MPhilഉം PhD ഉണ്ടെങ്കിൽ 5 മാർക്ക് കിട്ടും. ദെൻ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും അല്ലേ. സോ ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഈ വെയിറ്റേജ് മാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് അപ്ലോഡ് ചെയ്യുക കേട്ടോ. സോ ഒരു സാധാരണ ഉദ്യോഗാർത്ഥി, നിലവിൽ BTech ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നുള്ള ക്വാളിഫിക്കേഷൻ കാണിക്കുന്ന ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ദെൻ അതിൻ്റെ ഒരു മാർക്ക് ലിസ്റ്റ്, കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, അതിൻ്റെ കൂടെ ഒരു ഫുൾ ടൈം റെഗുലർ സ്റ്റുഡൻ്റ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ എല്ലാ ഡൗട്ടുകളും തീർന്നല്ലോ? തീർന്നു എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അത് മുഴുവനായേ. യെസ്, അത് മുഴുവനായി. ഇനി ഇതിന് ശേഷമുള്ളതാണ് പറയേണ്ടത് അല്ല, ഇതിന് ശേഷമുള്ളത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ SC/ST കമ്മ്യൂണിറ്റി. ഓക്കെ, സോ നിങ്ങളൊരു SC/ST കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ദെൻ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾക്ക് അതർ OBC അല്ലേ നോൺ ക്രീമി ലെയർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ NCLC സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ദെൻ EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ എക്കണോമിക് വീക്കർ സെക്ഷൻ ആണെങ്കിൽ റവന്യൂ അതോറിറ്റിയിൽ നിന്നും EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും വാങ്ങിയിട്ട് അപ്ലോഡ് ചെയ്യണം. ദെൻ candidates those who claim EWS status in the application and not eligible for EWS benefit should upload a self declaration in this regard. ഓക്കെ, അതായത് നിങ്ങൾ EWSന് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് EWSന് എലിജിബിൾ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒരു DA സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ദെൻ നിങ്ങളൊരു നിലവിൽ ജോലിയുള്ള ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ NOC അല്ലെങ്കിൽ സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ദെൻ അവസാനം കൊടുത്തിട്ടുണ്ട് റിസീവിങ് ദിസ് മെസ്സേജ് ഡസ് നോട്ട് കൺഫർ എനി റൈറ്റ് ഫോർ ഇൻക്ലൂഷൻ ഇൻ ദി ഷോർട്ട് ലിസ്റ്റ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു മെസ്സേജ് വന്നതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇഫ് ഓൾ ഡോക്യുമെൻറ്റ്സ് ആർ ഓൾറെഡി അപ്ലോഡഡ് ഇഗ്നോർ ദിസ് മെസ്സേജ്. നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഇനി ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വലിയ തിരക്കൊന്നുമില്ല. നിങ്ങൾ സാധാരണ എൻക്വയറിയിൽ വിളിക്കുന്ന നമ്പറില്ലേ, അതിൻ്റെ അത്രയൊന്നും ബിസി ഇല്ല. വളരെ വേഗത്തിൽ തന്നെ കണക്റ്റ് ആവും. വളരെ നല്ല രീതിയിൽ തന്നെ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കാം കേട്ടോ. ER2 സെക്ഷനിലാണ് ഇപ്പം ഈ ഒരു കോൾ പോവുക. നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, ഇനിയും ഞാൻ പറഞ്ഞതിന് ശേഷവും ഈ കോഴ്സ് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനലായിട്ട് അവരെ വിളിച്ചിട്ട് കൺഫേം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ആകെ ഡൗട്ട് വരാൻ സാധ്യത നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എന്നുള്ളതാണ്. സോ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, ദെൻ അതിൻ്റെ കൂടെ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഹാജരാക്കണം. കോഴ്സ് സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് കിട്ടും. നിങ്ങൾ പഠിച്ച കോളേജ്, ഈ പറയുന്ന BTech ഡിഗ്രി നിങ്ങൾ പഠിച്ച കോളേജില്ലേ, അവിടെ നിന്നാണ് കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടുക. നിങ്ങൾ കോളേജിനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോളേജ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാ സംശയങ്ങളും തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിച്ച ഒരു നമ്പറല്ലേ, ആ ER2 സെക്ഷനിൽ വിളിച്ചിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലാസ്സസ് ത്രൂ PYQ എന്നുള്ളൊരു സൗജന്യമായിട്ടുള്ളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റായിട്ട് വളരെ ഭംഗിയായിട്ട് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ്, കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്ലേലിസ്റ്റാണ്. നന്നായിട്ട് നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ കൂടാം. സോ അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്